കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയെല്ലാം പറഞ്ഞു തന്നു. അതായത് മെഷീനെ കുറിച്ചുള്ള പാഴ്സുകളും ഞാൻ പറഞ്ഞു തന്നു. പിന്നെ ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇത് അംബർല മെഷീനാണ് കേട്ടോ. അംബർല മെഷീൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് സിംഗിൾ മെഷീൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത്. ഇത് അംബർല മെഷീനാണ്. നൂല് കോർക്കാനൊക്കെ മിക്കവർക്കും അറിയാമല്ലോ. അറിഞ്ഞുകൊണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ക്ലാസ്സിലുള്ള നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്ന് കുട്ടികളെന്നോട് ചോദിച്ചാൽ മതി. അപ്പോൾ നൂല് കോർക്കാൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇതേപോലൊരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നേരെ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം. എന്നിട്ട് പല രീതിയിൽ പല മോഡൽ നെക്ക് വരച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തയ്ക്കുന്നത് പഠിക്കാം. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ ഇട്ടിട്ട് അതിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ 2-3 വരയിടാം. നമുക്ക് ലൈൻ ഇട്ടിട്ട് ആ ലൈനിൽ കൂടെ നേരെ അടിച്ചു പോകണം കേട്ടോ. ഉണ്ടോ, ഇതേപോലെ 2-3 ലൈൻ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ ലൈനിൽ കൂടെ നേരെ അടിച്ചു പോവാം. ഞാൻ വേറെ കളർ നൂലാണ് എടുത്തേക്കുന്നത്. തയ്ച്ച് കാണാൻ വേണ്ടി വേറെ കളർ നൂലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ലൈനിൽ കൂടെ നേരെ അടിച്ചു പോകണം. അടുത്ത ലൈനിൽ കൂടെ നേരെ അടിച്ചു പോകും. അവിടെ കൊണ്ട് നിർത്തിയതിന് ശേഷം കട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ ഇത്രയും നൂലെങ്കിലും ബാലൻസ് നിൽക്കണം. നമ്മൾ തയ്ച്ച് തുടങ്ങുമ്പോൾ നല്ല തുണിയിലൊക്കെ തയ്ച്ച് തുടങ്ങത്തില്ല, അത് ഇത്രയും നൂല് ബാലൻസ് നിൽക്കണം. കാരണം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും സൂചിയിൽ നിന്ന് നൂല് പോകും. ഓക്കെ, അടുത്ത ലൈനും കൂടെ തയ്ച്ച് വെക്കാം. തയ്ക്കുമ്പോൾ വലത് കൈ കൊണ്ട് തുണിയെ ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് പിടിക്കണം. ഇടത് കൈ കൊണ്ട് നമ്മുടെ ഇത് കൈ കണ്ടോ ഇതേപോലെ പഠിച്ച് നേരെ ഇത്രയും പഠിച്ചതിന് ശേഷം ഇത് പല പ്രാവശ്യം ചെയ്ത് പഠിക്കണം തുണിയിൽ കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രോക്കിൻ്റെ ആയാലും എല്ലാ ടോപ്പിൻ്റെയും നമ്മൾ അടിഭാഗം മടക്കി തയ്ക്കുക. ഒരു കർച്ചീഫായാലും എല്ലാം ടോപ്പിൻ്റെയൊക്കെ എന്ത് തയ്ച്ചാലും അതിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കും. സ്ലീവിൻ്റെ ഈ ഭാഗം മടക്കി തയ്ക്കും, എല്ലാത്തിനുള്ള. അപ്പോൾ നമ്മൾ ഈ സൈഡ് മടക്കി തയ്ക്കുക, അത് പഠിക്കുക. അപ്പോൾ ഇതാദ്യം ചെറുതായിട്ടൊന്ന് മടക്കും. കണ്ടോ, ആദ്യം ചെറുതായിട്ട് മടക്കിയിട്ട് വീണ്ടും ഒരു മടക്കൂടെ മടക്കിയതിന് ശേഷം ആ എൻഡിൽ കൂടെ അടിച്ചു പോകണം. ആ മടക്കിൻ്റെ എൻഡിൽ കൂടെ അടിച്ചു പോകണം. നമുക്കടിക്കാം. ആദ്യം ചെറുതായിട്ട് മടക്കിയതിന് ശേഷം ഒരു മടക്കൂടെ മടക്കി ആ എൻഡിൽ കൂടെ അടിച്ചു പോകണം കേട്ടോ. ഇത് നമ്മുടെ ഉടുപ്പുകളൊക്കെ തയ്ക്കുമ്പോൾ, ടോപ്പുകളോ എന്ത് തയ്ച്ചാലും, ചുരിദാർ ടോപ്പ് തയ്ച്ചാലും അടിഭാഗം മടക്കി തയ്ക്കുമ്പോഴും കൈയുടെ അടിഭാഗം ഫ്രോക്കുകൾ തയ്ക്കുമ്പോഴും എല്ലാത്തിനും ഉപയോഗമുള്ളതാണ്. അപ്പം ഇത് പഠിക്കുക. ഈ ഇതിൻ്റെ എൻഡിൽ കൂടെ, ആ മടക്കിൻ്റെ എൻഡിൽ കൂടെ പോകണം തയ്യൽ കേട്ടോ. വളഞ്ഞു പോകരുത്, കുറേശ്ശെ അടിച്ചു പോകണം. എന്നിട്ട് ഇതങ്ങ് കട്ട് ചെയ്യണം. ആ നൂല് ഇച്ചിരി ഇതേപോലെ നീട്ടിയെടുത്തിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ സൈഡും കൂടെ അടിക്കാം. ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് ആ മടക്കിൻ്റെ എൻഡിൽ കൂടെ അടിച്ചു പോകാം. കെട്ടിടുക എന്ന് പറയുമ്പോൾ ഈ ഹോളുണ്ടല്ലേ, നമ്മൾ തയ്ച്ചേക്കുന്ന ആ സൂചി ഇടുന്നതിൻ്റെ കൂടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് ഒരു പോയിൻ്റ് ഇങ്ങനെ തയ്ച്ച് നീക്കണം. വീണ്ടും നമ്മൾ പ്രഷർ പോട്ട് പൊക്കിയതിന് ശേഷം തയ്ച്ചെടുത്തൂടെ ഒന്നുകൂടെ തയ്ച്ചിടുമ്പോൾ ഇതാണ് കെട്ടിടുക. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ തയ്യൽ അഴിഞ്ഞു പോകില്ല. അപ്പോൾ ആദ്യം അവസാനം അതേപോലെ ചെയ്ത് നിർത്തണം കേട്ടോ. തുടക്കത്തിൽ എൻഡിൽ
തുണി നമ്മൾ എന്ത് തയ്ക്കുമ്പോഴും ഒരു കെട്ടിടില്ല, അപ്പോൾ അല്ലെങ്കിൽ അവിടെ വെച്ച് അഴിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇത് തയ്ച്ചിറക്കി കണ്ടോ. വീണ്ടും പ്രഷർ കൂട്ട് പൂക്കിയതിന് ശേഷം ഒരു പോയിൻ്റ് ആ തയ്ച്ചെടുത്തൂടെ ഒന്നുകൂടെ ഇട്ടിട്ട് തയ്യലിടും. അപ്പോൾ ആ തയ്യലവിടെ ഉറപ്പിച്ച് പോകും. അപ്പോൾ നമുക്കത് അഴിഞ്ഞു പോവില്ല. 4 വശവും നമുക്ക് അതേപോലെ അങ്ങ് മടക്കി അടിക്കാം. ഒരു മടക്ക് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് എൻഡിൽ കൂടെ അടിക്കാം. ഓക്കെ, അല്ല കെട്ടിട്ട് ഈ തയ്ച്ചിറക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ തയ്ച്ചിറക്കുമ്പോൾ അവിടെ കെട്ടാവും. അപ്പോൾ ആ തയ്യൽ അഴിഞ്ഞു പോകില്ല കേട്ടോ. ഈ നൂല് വെട്ടുമ്പോൾ അതാത് അപ്പോൾ ഉള്ള നൂലം വെട്ടിക്കളയണം കേട്ടോ. വീണ്ടും ഒന്നുകൂടെ മടക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ അടിക്കാം. അപ്പോൾ നമ്മളൊരു ടവൽ പോലെ കർച്ചീഫ് പോലെ മടക്കി വെച്ച് കഴിഞ്ഞു അല്ലേ. ഇതിപ്പോൾ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? എല്ലാ ഡ്രസ്സിൻ്റെയും അടിഭാഗവും സ്ലീവിൻ്റെ അടിഭാഗവും ഒക്കെ മടക്കി തയ്ക്കുന്ന മെത്തേഡാണ്, രീതിയാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, കെട്ടിട്ടാണ് പഠിച്ചു. നമ്മളിന്ന് എന്തൊക്കെ പഠിച്ചു? സ്ട്രെയിറ്റ് തയ്യൽ പഠിച്ചു, സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ ഇട്ടിട്ട് തയ്ക്കാൻ പഠിച്ചു, കണ്ടില്ലേ? അത് പഠിച്ചു. പിന്നെ അരിക്, എല്ലാ ഡ്രസ്സിൻ്റെയും അരിക് ഭാഗം മടക്കി തയ്ക്കുന്ന രീതി പഠിച്ചു. പിന്നെ കെട്ടിടാൻ പഠിച്ചു. ഇനി നമുക്ക് നെക്ക് ഭാഗം, നെക്ക് എങ്ങനെ തയ്ക്കുന്നതെന്ന് കുറച്ച് നെക്ക് തയ്ക്കുന്ന രീതി പറഞ്ഞുതരാം. നെക്ക് നമുക്ക് ഒരു യു നെക്ക് വരയ്ക്കാം. വേണ്ട, നമ്മളൊരു നെക്കിൻ്റെ കഴുത്ത് ഇതേപോലെ ഒരു ഷേപ്പ് വരയ്ക്കാം. ചെറുതായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ സ്ക്വയർ വരയ്ക്കാം. തയ്യൽ നീറ്റാവാൻ വേണ്ടി. പിന്നെ ഒരു വി നെക്ക് കഴിക്കാം. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ വി എടുത്തു, സ്ക്വയർ എടുത്തു, യു എടുത്ത്. മൂന്ന് ടൈപ്പ് നെക്കാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് യു ഒന്നാം അതെ 3 സൈസ് നെക്ക് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ നെക്കിൽ നമ്മൾ നൂലിട്ട് സൂചി ഇട്ടിട്ട് തയ്ക്കുന്ന രീതിയാണ് പറഞ്ഞിരുന്നത്. തയ്യൽ സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയാണ്. വളവും തിരിവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് മെഷീൻ്റെ സൂചിയും കൈയും തുണിയും കൂടെ ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യിക്കുന്നത്. ഇതിൽ ചെയ്ത് പ്രാക്ടീസ് ആവണം കേട്ടോ. ഓൺലൈൻ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും അറിയാൻ മേത്ത എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ട്, നമുക്ക് നേരെ വരച്ചേക്കത് യുവിൻ്റെ യു ഷേപ്പിൻ്റെ അല്ലേ. ഒന്ന് കുറേച്ച് തയ്ച്ച് പോകണം. ആ വരയിൽ കൂടെ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേ കൂടെ ഉരുട്ടി പതുക്കെ തയ്ക്കണം കേട്ടോ. അവിടെ നിർത്തി തുണി മാത്രം ഒന്ന് വളച്ചു കൊടുക്കണം. സൂചി ഇങ്ങനെ പൊക്കിയിട്ട് തുണി മാത്രം ആ വരയിൽ കൂടെ പോകണം. കണ്ട, തുണി മാത്രം ഞാൻ സൂചി ആ തുണിയിൽ കുത്തി നിർത്തിയിട്ടുണ്ട്. അപ്പം തുണി ആ വരച്ച വര നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ആ തുണി മാത്രം ഒന്ന് വളച്ചു കൊടുക്കണം. കണ്ടോ, സൂചി ഞാൻ ആ തുണിയിൽ കുത്തി നിർത്തിയിട്ടുണ്ട്. ഈ തുണി മാത്രമേ വളച്ചിട്ടുള്ളൂ. കണ്ടോ, അപ്പോൾ നമ്മൾ യു നെക്ക് തയ്ച്ചു. ആ വരച്ച വരയിൽ കൂടെ യു നെക്ക് തയ്ച്ച് ഈ നൂല് നമുക്ക് കട്ട് ചെയ്യാം. കണ്ടോ, നമ്മൾ യു നെക്ക് തയ്ച്ച്. ഇനി നമ്മൾ സ്ക്വയർ തയ്ക്കാം. അതും അത് വരച്ച വരയൊക്കെ കൂടെ നിർത്തിയിട്ട് പിന്നെ ഇങ്ങോട്ട് തുണി തിരിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തുടങ്ങി സൂചി ഇവിടെ നിർത്തിയതിന് ശേഷം പിന്നെ സൂചി തുണിയിൽ കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ട് പോകണം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരണം. ആ തുണി മാത്രമേ തിരിച്ചു കൊടുക്കാവൂ കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പഠിക്കാം. സ്ക്വയറിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള തയ്യൽ നമ്മൾ പഠിച്ചു. ഇനി ആ സ്ക്വയർ വന്ന് ഇനി നമ്മൾ അന്നേരം ഇങ്ങോട്ട് തിരിച്ചെടുക്കണ്ടേ.
അപ്പോൾ ഞാൻ സൂചി അവിടെ നിർത്തിയതിന് ശേഷം തുണി മാത്രം തിരിച്ചു കൊടുത്തു, നെക്കിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഇനി നമുക്കിത് മുകളിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ആ സൂചി കുത്തി നിർത്തിയതിന് ശേഷം ഈ തുണി മാത്രം മുകളിലോട്ട് തിരിച്ചു കൊടുത്തു. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പം നമ്മൾ രണ്ടാമത്തെ ഡിസൈനും പഠിച്ചു, നെക്കിൻ്റെ സ്ക്വയർ നെക്ക് പഠിച്ചു അല്ലേ. ഈ നൂല് അപ്പോൾ ഉള്ളത് വെട്ടിക്കളയണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ കുരുങ്ങിടക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ ഡിസൈൻ തയ്ക്കാം. അതായത് വി നെക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആ ലൈനിൽ കൂടെ തന്നെ നമ്മളിങ്ങനെ ആ വി പോലെ ഷേപ്പ് വന്നെടുത്ത് സൂചി കുത്തി നിർത്തിയിട്ട് ഇനി നമുക്ക് ആ ലൈനിൽ കൂടെ മുകളിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ തുണിയെ റൊട്ടേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകാം. നമ്മൾ 3 സൈസ് നെക്കുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താ ചെയ്യുന്നറിയാമോ, നെക്ക് വെട്ടിയിട്ട് 3-4 ടൈപ്പ് നെക്ക് ഞാൻ തുണിയിൽ വെട്ടിയിട്ട് ക്യാൻവാസ് വെച്ചിട്ട് തുണിയിൽ, അതായത് പേപ്പർ ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ ചുരിദാർ ഉടുപ്പ് എന്ത് തയ്ക്കുമ്പോഴും നെക്ക് വൃത്തിയാവണം. അപ്പോൾ അതിന് വേണ്ടി ക്യാൻവാസ് വെച്ചിട്ട് തയ്ക്കുന്ന രീതിയാണ്, നെക്കിൽ തയ്ക്കുന്ന രീതിയാണ് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. പിന്നെ സ്ലിറ്റ് ഭാഗം, ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് ഭാഗമില്ലേ, അപ്പോൾ ആ ഭാഗവും നമുക്ക് തയ്ക്കണം. അപ്പോൾ സ്ലിറ്റും എങ്ങനെ തയ്ക്കുന്നത്, അന്നേരം പുതിയ തുണിയിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തുണിയിൽ പെട്ടെന്ന് തയ്ക്കുമ്പോൾ മനസ്സിലാവത്തില്ല, അറിയാൻ വയ്യാത്തവർക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം തുണിയിലോട്ട് തയ്ക്കാൻ തുടങ്ങുമ്പോൾ ഈ നെക്കായാലും സ്ലിറ്റായാലും ഒക്കെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല തുണിയിലോട്ട് തയ്ക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അറിയാൻ വയ്യാത്തവർ ഇതെല്ലാം ചെയ്ത് മനസ്സിലാക്കണം. ഓൺലൈൻ ക്ലാസ്സിലുള്ളവർ പ്രത്യേകമായി ചെയ്യണം, എല്ലാവരും അറിയാൻ വയ്യാത്തവരെല്ലാവരും ചെയ്യണം കേട്ടോ. ഞാൻ ഓൺലൈൻ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഫീസ് അടച്ചാൽ മതി, 500 രൂപയേ ഉള്ളൂ. 6 മാസത്തെ കോഴ്സാണ്. ചുരിദാർ, ബ്ലൗസ്, നൈറ്റി, ഫ്രോക്ക്, ഗൗണ്, പട്ടുപാടയും ബ്ലൗസും എല്ലാ ഐറ്റംസും നിങ്ങൾ എന്ത് ആവശ്യപ്പെടുന്നോ, നിങ്ങളുടെ ഡ്രസ്സ് എന്താ ഇന്നത് തയ്ക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അത് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. അപ്പം ഇതൊരു 500 രൂപ ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി കേട്ടോ. ഓക്കെ, ചെറിയൊരു ഫീസിൽ നിങ്ങളെല്ലാവരും പഠിപ്പിച്ച് മിടുക്കരാക്കാനുള്ള സന്തോഷം. ഓക്കെ, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ വരിക, ഞാൻ നമ്പർ കൊടുത്തേക്കാം. ഓക്കെ, ഇതെല്ലാം നമുക്കിടെ ക്ലാസ്സുകൾ, ഞാൻ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളാണ്. ഈ മെഷീനെ കുറിച്ച് എൻ്റെ ക്ലാസ്സിൽ ചേർന്ന കുട്ടികൾക്ക് മെഷീനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയല്ല. അപ്പം മെഷീനെ കുറിച്ച് അറിയാൻ വയ്യാത്തവരും അല്ല കാണുന്നവരുണ്ടല്ലോ ചാനലിൽ, അപ്പോൾ അവരും കൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ, എൻ്റെ ക്ലാസ്സിലുള്ളവർ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പൊതുവായിട്ട് ചാനലിലിടുന്നത്. വാട്സപ്പിലൂടെയാണ് ഞാൻ ക്ലാസ്, യൂട്യൂബ് ക്ലാസ്, ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നത്. ക്ലാസ് ഓരോ വീഡിയോസും ക്ലാസ്സിൽ ഞാൻ ഓരോ ഇപ്പം ആദ്യം ചെയ്യുന്നത് ഷെമ്മീസാണ്. ഷെമ്മീസ്, പെറ്റിക്കോട്ട്, പിന്നെ പാവാടയും ബ്ലൗസും, ഇങ്ങനെയുള്ള ഓരോ ക്ലാസ്സുകളും ഞാൻ യൂട്യൂബ് ചാനലിലൂടെ കൊടുക്കുന്ന പോലെ ക്ലിയറായിട്ട് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടല്ലോ, വാട്സപ്പിൽ വേറെ രീതിയിൽ കൊടുക്കും. ഓക്കെ, അത് അവർക്ക് അവരുടെ സമയം അനുസരിച്ച്, ക്ലാസ്സിൽ ചേരുന്നവർക്ക് അതിൻ്റെ സമയം അനുസരിച്ച് ആ വീഡിയോ കണ്ട് ചെയ്തെടുക്കാം. ഒറ്റ പ്രാവശ്യം ഫീസേ ഉള്ള, ഓർമ്മ വയ്ക്കുക. ഓക്കെ, ഞാൻ ക്ലാസ് തുടങ്ങി, ഇനി നിങ്ങൾക്ക് അവസരമുണ്ട്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബാച്ച് തീർന്ന് രണ്ടാമത്തെ ബാച്ചാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ചേരാം. എല്ലാവരുടെയും അഭിപ്രായം നിങ്ങൾ നോക്കുക. നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ വന്ന് നിങ്ങൾക്ക് നല്ലോണം നിങ്ങളുടെ ഡ്രസ്സ് ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് എങ്ങനെയൊക്കെ അളവെടുക്കണമെന്ന്, ഓരോ ഡ്രസ്സ് തയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെ അളവെടുക്കണം, എന്ത് ലൂസ് കൂട്ടണം, എങ്ങനെ വ്യത്യാസപ്പെടുത്തുന്നത്, ഒരു അളവ് തുണിയിൽ നിന്ന് എങ്ങനെ മെഷർമെൻ്റ് എടുക്കണം, എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് എല്ലാ കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളെന്ന് വരെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ 32 വർഷത്തെ എക്സ്പീരിയൻസാണ്
ചെയ്ത് കൊടുക്കുകയും ഇവിടെ വർക്ക് വരുകയും ചെയ്ത് കൊടുക്കുകയും എല്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതെല്ലാം ആ തുണിയെല്ലാം കട്ട് ചെയ്യുന്ന രീതിയാണ്, പുതിയ തുണിയെല്ലാം കട്ട് ചെയ്യുന്ന രീതികളാണ് ഇവിടെ വരുന്ന ഓരോ മോഡലാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ബ്ലൗസ് ആയാലും ചുരിദാറായാലും നൈറ്റി ആയാലും ഫ്രോക്കായാലും ഗൗണായാലും അതുപോലെ തന്നെ പട്ടുപാടും ബ്ലൗസ് ആയാലും എന്തും ഇവിടെ വരുന്ന ഡ്രസ്സുകളെല്ലാം ഞാൻ മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ഓക്കെ ഇത് ഇത്രയും ചെയ്ത് നോക്കും, പഠിക്കുക എല്ലാവരും കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. എല്ലാവരും ക്ലാസ്സിൽ ചേരുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ കണ്ടിട്ട് കേട്ടോ. ഗ്രൂപ്പിലല്ല, വീഡിയോ ആയിട്ട് ഞാൻ ചാനലിലിടുന്ന വീഡിയോ ഇത് കുറച്ച് ബേസിക് കാര്യങ്ങളെല്ലാം ചാനലിലിടുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടല്ലോ, അവർക്കും അറിയാൻ വയ്യാത്തവർ ചേരാം. അപ്പോൾ ഈ ബേസിക് കാര്യങ്ങളെല്ലാം ക്ലാസ്സിലുള്ളവർ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നെക്ക് കട്ട് ചെയ്യുന്നതും അത് സ്റ്റിച്ച് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും എല്ലാം കാണാം, അറിയാം, മനസ്സിലാക്കാം കേട്ടോ. ഇത് തയ്ച്ചിട്ട് അറിയാൻ വയ്യാത്തവർ എൻ്റെ ക്ലാസ്സിൽ ചേർന്നവർ അറിയാൻ വയ്യാത്തവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ ഇട്ട് തരണം കേട്ടോ എല്ലാവരും. എന്നിട്ട് നിങ്ങൾ മനസ്സിലായ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം ചാനലിൽ. ഇത് ഇത്രയും തയ്ച്ചതിന് ശേഷം എല്ലാവരും എനിക്ക് നാളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരണം, ഫോട്ടോ ഇട്ട് തരണം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ക്ലാസ്സുകളാണ് തുടർന്ന് വരുന്നത്. ഓരോ സ്റ്റെപ്പ് കാര്യങ്ങളും പഠിക്കുന്ന രീതിയാണ് തുടർന്ന് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കുന്നു, നിങ്ങളെ ഓർക്കുന്നു, നിങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു, നിങ്ങൾ എന്നെ ഓർക്കണം, ഞങ്ങളെ എല്ലാവരെയും ഓർക്കണം കേട്ടോ. ഓക്കെ.